താക്കോലെടുത്തിട്ട് പോണേ, ഇങ്ങോട്ട് പോണേ. ചങ്ങാഴ്ചന്റെ വരേക്ക്. ഓക്കെ, നമുക്ക് പോലെ വരൂ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഹൈലൈറ്റ്സ് കണ്ട മാതിരി നമ്മളൊരു ഹൗസ് വാമിങ്ങിന് കുടിയിരിക്കലിന് പോവാണ്. അപ്പം ദീപേച്ചിൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മച്ചീൻ്റെ ബെസ്റ്റാണ് ദീപേച്ചി. അപ്പോൾ ഓരോ കുടിയിരിക്കലാണ്. അപ്പം ജിലുദ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, റെഡി ആയി നിൽക്കുന്നുണ്ട്, ഞാനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുള്ള് റെഡി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയപ്പം എന്താ പറയുക, ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും മാറ്റലും പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ലേറ്റായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അധികം ദൂരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. താരം അടുത്തത് ഇതാണ് ഗൈസ് നമ്മളുടെ മെയിൻ താരം, നമ്മളെ ജിലുവിന് ഞാനാണ് മാറ്റിക്കൊടുത്തത് ഗൈസ്. സുന്ദരിയല്ലേ, ഞാൻ മാറ്റിക്കൊണ്ട് മാത്രം ചിരി. താക്കോലെടുത്തിട്ട് ജനാല തുറന്നിട്ടുള്ളിക്ക്. ആ പൊന്നൂനെടുത്ത്. പൊന്നെങ്ങോട്ട് പോണേ, ഇങ്ങോട്ട് പോണേ, അതില് പോവാ. അമ്മക്ക് എന്താ പറയാനുള്ളത്? നമ്മളെങ്ങോട്ടാ പോണത്? ചങ്ങാഴ്ചന്റെ വരേക്ക്. ഓക്കെ, നമുക്ക് പോലെ വരൂ ഗൈസ്. അപ്പൊ പോരി ഉണ്ട്, മതി നടന്നു. പൊന്നോ ഷൂ അവിടെ ഉണ്ട്. ഈ അവിടെ ഇറക്കല്ലേ, ഷൂ വേണ്ട, വണ്ടി പോകുമ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അധികമൊന്നും എത്തിയിട്ടില്ല, ഞങ്ങൾ കുറച്ച് നടന്നിട്ടുള്ളൂ. ഒരു ക്രിസ്ത്യൻ കഴിഞ്ഞ് കുറച്ച് നടക്കാനുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ മെല്ലെ പോവാണ്. ഉമ്മച്ചി തിരിച്ച് വീട്ടിലേക്ക് തന്നെ എന്തോ മറന്നിട്ട് പിന്നെയും വീട്ടിലേക്ക് പോയിട്ടോ, താക്കോലും കൊണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥയും പറഞ്ഞ് മെല്ലെ നടക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റാണ്, 1 മണിക്കായി ഇപ്പം ഇറങ്ങിയപ്പോൾ തന്നെ. പൊന്ന് ഉഷാറാട്ടോ ഒറ്റയ്ക്ക് നടക്കാൻ, അവൾക്ക് ഭയങ്കര ഒറ്റയ്ക്ക് നടക്കുന്നത്. വീട്ടിലേക്ക് അപ്പോൾ അതാ ഞങ്ങൾ നടന്നിങ്ങനെ പോവാണ്. ആ ക്രിസ്ത്യൻ കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ നടക്കാനുള്ളൂ. പിന്നെ ഒരു ഇറക്കമുണ്ട്, ഇറക്കിറങ്ങി നമ്മൾ വീടെത്തും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്താനായിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഉമ്മച്ചി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. ഇറങ്ങിയിട്ട് നമ്മൾ കുടിച്ചിട്ട് ഇറക്കണം, വീട്ടിലേക്ക് പോവും. അങ്ങനെ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്തു വീട്ടിലേക്ക് പോവാണ്. അപ്പം അപ്പുറത്തേക്ക് നോക്കി നമുക്ക് പനമരം പാലം കാണാം കേട്ടോ. ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടൊക്കെ ആയി. പിന്നെ നേരത്തെ കണ്ടപ്പോൾ പനമരം ഫുള്ള് കാണാം നമുക്ക് ഇവിടുന്ന്. അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ വീട് കാണാൻ കഴിയും. ബാക്കിലാട്ടോ, ഒരു വീടിൻ്റെ ബാക്കിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ഫുള്ള് തോട്ടൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് എത്താനായി. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ മെല്ലെ കഥയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ കേട്ടോ. ജിലു ആദ്യം പറഞ്ഞു ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കൺവീൻസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് അവളെ ഓടണേ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുറേ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയപ്പം. പിന്നെ കുറേ ആൾക്കാർ വൈകുന്നേരമാണ് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് പോയി. അവിടുത്തെ ദീപേച്ചിനെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ദീപേച്ചി വരുന്നുണ്ട്. ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ വീട് കാണിച്ചു തരാം. വീട്ടിൽ
അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ദീപിച്ചിൻ്റെ മോളാണ്. അപ്പം ഞങ്ങൾക്ക് ഡ്രിങ്ക്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഡ്രിങ്ക് കുടിക്കാണ്, ഞങ്ങളെല്ലാവരും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ കണ്ടു. എനിക്ക് വീട് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ദീപേച്ചിൻ്റെ ചെറിയ മോനാണ്. അപ്പോൾ ഉമ്മച്ചിതാ അവിടുത്തെ ദീപേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരോടും കുറച്ച് ആൾക്കാരൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പൊന്നുവിന് എപ്പോഴും ഫുഡ് കഴിക്കുന്ന നേരത്തെ ഒരു കരച്ചിലുണ്ടോ. അപ്പോൾ മിന്നുവിൻ്റെ ഫോണിൽ കുട്ടിക്ക് പാട്ടിട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങാനുള്ള ടൈമിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഫുഡ് നല്ല ഫുഡായിരുന്നു. സാധാ ചോറും ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി സാധാ ചോറാണ് കഴിച്ചത്. ഞങ്ങളെല്ലാവരും ബിരിയാണി കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ സെറ്റായി ഞങ്ങൾ ആ കയറ്റം കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം അസ്സലാമു അലൈക്കും.